ഹലോ ഗൈസ്, എന്നതാ പരിപാടീസ്? അപ്പൊ ഹിപ്ഹോപ്പിനെ ഫോളോ ചെയ്യുന്ന എല്ലാവരും അറിയുന്നുണ്ടാവും ഇപ്പൊ കേരളത്തിൽ സംഭവിക്കുന്ന കാര്യം എന്താന്നുള്ളത്. യെസ് സുഹൃത്തുക്കളെ, ഇവിടെ ഇപ്പോൾ ഡിസിന്റെ പൂരമാണ് നടക്കുന്നത്. ഇപ്പൊ ബേബിജിനും സുൽത്താനും എതിരെ ഡിസുകളാണ് ഇപ്പോൾ ഗേറ്റോണിൽ നിന്നും മറ്റ് റാപ്പേഴ്സും വികിടാവിയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കം ഈ ഒരു ടൈമിൽ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കവി ഒരു ട്രാക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, DV എന്ന് പറഞ്ഞ ട്രാക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നാം ഈ പറയുന്ന ഡാപ്സിക്കിട്ടും ബേബിജിനോട്ടും ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ 10 മാസത്തിന് ശേഷം വിഷമിച്ച് ബേബിജിനോട് ട്രാക്ക് ഇറക്കിയിട്ട് അത് ഇറക്കിയ സുൽത്താന്റെ കൂടെ ആയിരുന്നു ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ട്രാക്ക് ഇറക്കി അതിനകത്ത് ബേബിജിൻ ഇതുപോലെ അവസാന ബേബിജിന്റെ വേഴ്സുകൾ തീരുന്ന സമയത്ത് അവസാന ടൈമിൽ വികിട്ടും കേട്ടോണില് പിള്ളേർ റബ്ബർ ഒഴിക്കും എന്ന് പറയുമ്പോൾ അത് കാണട്ടെ എന്നുള്ള രീതിയിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെ പേരിൽ തിരിച്ച് അടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അടി കൊടുത്ത് വീണ്ടും ആള് ട്രാക്ക് ഇറക്കി, ബേബിജിൻ വീണ്ടും ട്രാക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് സുൽത്താൻ ട്രാക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ ബേബിജിനുണ്ട് നമ്മള് കേട്ടോണുള്ള പിള്ളേരും ഒരു റബ്ബർ പാൽ അഭിഷേകം നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ തുടക്കത്തിലെ നമ്മുടെ ട്രാക്ക് എന്ന് പറഞ്ഞാൽ ടാപ്പിംഗ് എന്ന് പറഞ്ഞ ട്രാക്കാണ് നമ്മുടെ ആദ്യത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് ബീറ്റ് ചെയ്തത് ഞാനായിരുന്നു. നമ്മുടെ AA ആണ് അതിനകത്ത് പാടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ കേട്ടോണ്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മളെ ചൊറിഞ്ഞു കഴിയുമ്പോൾ. അപ്പൊ നമ്മൾ ആ ട്രാക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ട്രാക്കിന്റെ ബീറ്റിന്റെ ബ്രേക്ക് ഡൗൺ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു മെലഡി കൊടുക്കാം. മെലഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എക്സ്പാൻഡ് എന്ന് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെലഡി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ സെയിം കോഡ്സ് തന്നെ നമുക്ക് വലിച്ചിട്ട് അതിനൊരു ലെയർ നമുക്ക് കൊടുത്തു നോക്കാം. പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത് BBC ഓർക്കസ്ട്ര എന്നുള്ള VST നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മളൊരു വയലിനാണ് അതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ അതിനൊരു ലെയർ കൊടുക്കുകയാണ്. പിന്നെ കുറച്ചൊരു ബേസ് സൗണ്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഡ്സും കൂടെ നമ്മൾ വരച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ബാസ് ടാപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തോട്ട്. അപ്പൊ നമുക്ക് ഈ മെലഡി മാത്രം എങ്ങനെ ഉണ്ടെന്നുള്ളത് കേട്ട് നോക്കാം. അപ്പൊ ഞാൻ ഈ മെലഡീനെ എടുത്തിട്ട് ഞാൻ ആക്ച്വലി അതിനെ റിവേഴ്സ് ചെയ്ത് സാധനം ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു ഹാർഡ് ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത പരിപാടിയാണ്. അപ്പോൾ ഡിസും കൂടെ ആകുമ്പോഴത്തേന് ഒരു കുറച്ചുകൂടെ ഒരു പവർ വേണം, വേറൊരു സാധനം വരണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് നേരെ ഡ്രംസിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് ഹൈ ഹാറ്റ് കൊടുത്തു നോക്കാം. അപ്പൊ നമ്മൾ ഹൈ ഹാറ്റ് കൊടുത്തു. ഇനി നമുക്ക് നേരെ സ്നെയർ കൊടുക്കാം. അപ്പൊ നമുക്ക് 1 എന്നുള്ളൊരു കൗണ്ടി നമുക്കൊരു ഡിലേ സിമ്പിൾ നമുക്ക് കൊടുത്തു നോക്കാം. അപ്പൊ നമുക്ക് ചെറിയൊരു ബെൽ സൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ട്രയാങ്കിൾ സൗണ്ട് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കിക്ക് കൊടുത്തു നോക്കാം. ഇനി നമുക്ക് 808 കൊടുക്കാം. പക്ഷേ 808 നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് മറ്റേ ഹാർഡ് ഹിറ്റിംഗ് 808 ഒന്നുമില്ല.
നമുക്ക് നൈസായിട്ട് ഒരു ബേസ് അങ്ങോട്ട് നമ്മൾ കൊടുത്ത് ഒരു മൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഇടുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ ഡ്രംസിന്റെ ലൂപ്പ് മാത്രം നമുക്കൊന്ന് കേട്ട് നോക്കാം. പിന്നെ തുടക്കത്തിൽ ഇൻട്രോയുടെ ടൈമിൽ ഞാൻ ഈ പറയുന്ന ഡ്രംസ് ഒന്ന് എടുത്തിട്ട് നമ്മൾ റീസാമ്പിൾ ചെയ്തിട്ട് അതിനെ ഞാൻ ഡ്രാഗ് ചെയ്ത സാധനം സ്ട്രെച്ച് ചെയ്ത സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പോൾ അതുകൂടെ എങ്ങനെ ഉണ്ടെന്നുള്ളത് കേട്ട് നോക്കാം. അപ്പൊ നമ്മള് ബീറ്റ് ഫുൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഫുൾ ബീറ്റ് മാത്രമായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് കേട്ട് നോക്കാം. മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടലിന് താങ്ങാവുന്നതിലും വലിയ ഇര കുരുക്കരുത്. വന്ന മീനൊട്ട് തിന്നാനും പറ്റില്ല, കൊളുത്തിയ ചൂണ്ടൽ ഒടിയുകയും ചെയ്യും. അപ്പൊ അതാണ് നമ്മുടെ ഈ ബീറ്റ്. അപ്പോൾ ഈ ബീറ്റ് ഓൾറെഡി നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ട്രാക്ക് ആയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ടാപ്പിംഗ് എന്ന് പറയുന്ന ട്രാക്കാണ് നമ്മൾ ഇറക്കിയേക്കുന്നത്. അപ്പോൾ ഡബിൾ AK എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന്റെ എന്താണ് യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാൽ മതി. ടാപ്പിംഗ് എന്നാണ് ട്രാക്കിന്റെ പേര്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, താഴെ ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.